Hi friends, നമ്മൾ ഇന്ന് പറയുന്നത് Q2 റിസൾട്ടിന്റെ ബേസിൽ അല്ലെങ്കിൽ H1 റിസൾട്ട് that means first 6 month റിസൾട്ടിന്റെ ബേസിൽ നല്ലോണം പെർഫോം ചെയ്ത around 100 rupees റേഞ്ചിലുള്ള രണ്ട് ബാങ്ക്സ് സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. ബാങ്ക് സ്റ്റോക്കിൻ്റെ അനാലിസിസ് എപ്പോഴും സാധാരണ സ്റ്റോക്ക് അനാലിസിസുമായിട്ട് ഭയങ്കര വ്യത്യാസമായിരിക്കും. കാരണം സാധാരണ സ്റ്റോക്കിൻ്റെ അനാലിസിസ് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ സാധാരണ പ്ലസ് ആണ് നോക്കുന്നത് അല്ലേ, ശരിക്കും പറഞ്ഞാൽ ബാങ്ക് സ്റ്റോക്സിൽ സാധാരണ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എപ്പോഴും മൈനസ് ആയിരിക്കും. കാരണം ലിവറേജ്ഡ് ഇൻഡസ്ട്രിയാണ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലിവറേജ് ഇൻഡസ്ട്രി വേൾഡിലെ ബാങ്ക്സാണ്. അതുകൊണ്ടാണ് വേൾഡിൽ എന്ത് ചേഞ്ച് വന്നാലും ആദ്യം എഫക്റ്റ് ചെയ്യുന്ന ബാങ്ക് സ്റ്റോക്കുകളെയാണ് ശരിക്കും. അപ്പോൾ ബാങ്ക് സ്റ്റോക്കുകൾ നമ്മൾ ബേസിക്കലി നോക്കുന്നത് അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, ദാറ്റ് മീൻസ് GNPA NNPA ഇമ്പ്രൂവ്മെൻറ്റ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്ന വേറെ പല റേഷ്യോസ് ഉണ്ട്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയും, കോസ്റ്റ് ഓഫ് ഫണ്ടിങ്, കോസ്റ്റ് ഓഫ് ബോറോയിങ്, അല്ലെ കളക്ഷൻ. ദർ ആർ സോ മെനി തിങ്സ് നമുക്ക് നോക്കാനായിട്ടുണ്ട് ബാങ്ക്സിൻ്റെ സ്റ്റോക്കുകളിൽ ബേസിക്കലി. അതുപോലെ തന്നെ ബാങ്കിങ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, അതോ ബാങ്കിങ് നഷ്ടത്തിലാണെങ്കിൽ അതർ ഇൻകം കൊണ്ടാണോ ഈ നഷ്ടത്തിനെ മേക്കപ്പ് ചെയ്യുന്നത്. പണ്ടൊക്കെ ബാങ്കിങ് ആയിരുന്നു മെയിൻ ഫോക്കസ്ഡ്. ഇപ്പോൾ ബാങ്കിൽ നിന്നുള്ള ഫോക്കസ് നിന്ന് മാറിയിട്ട് അതർ ഇൻകം, ദാറ്റ് മീൻസ് മ്യൂച്വൽ ഫണ്ട് വിൽക്കുക, ഗോൾഡ് വിൽക്കുക, ഇൻഷുറൻസ് വിൽക്കുക, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് കിട്ടുന്ന അതർ ഫണ്ട്സാണ്, അതർ ഇൻകമാണ്. അതാണ് കൂടുതലായിട്ടും ഇപ്പം ഈ ബാങ്കിങ് വീക്കായാലും ബാങ്കിനെ പിടിച്ചു നിർത്തുന്ന ബാക്കിയുള്ള എന്താ പറയേണ്ടത് വരുമാനത്തിൻ്റെ ഘടകങ്ങൾ ശരിക്കും. സോ ഇതെല്ലാം നോക്കിയാണ് ഒരു ബാങ്കിൻ്റെ സ്റ്റോക്കിനെ നമ്മൾ ബേസിക്കലി എന്താ പറയുന്നത് നമ്മൾ അസസ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും പാരാമീറ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സിൻ്റെ ബേസിൽ നല്ലോണം പെർഫോം ചെയ്ത് തരാം ബാങ്കിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ശ്രദ്ധിക്കണം, ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുന്നതേ. തീർച്ചയായും മനസ്സിലാക്കുക, തീർച്ചയായും പഠിക്കുക. കാര്യം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് നാളെ ഒരു ബാങ്ക് സ്റ്റോക്ക് കൈ കിട്ടിയാൽ പോലും കൂടുതലായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ എളുപ്പമാണ് ശരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Hi friends, statutory ആയിട്ടുള്ള പോയിന്റ് ആണ്. ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബൈ യുവർ സെൽഫ് റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ കാര്യം, യു ആർ റിക്വസ്റ്റഡ് ടു ക്രോസ് ചെക്ക് ദി ഫിഗേഴ്സ് മെൻഷൻ ഇൻ ദിസ് വീഡിയോ. കാര്യം എനിക്കും ക്ലറിക്കൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. സോ ഫസ്റ്റ് ബാങ്കിൻ്റെ പേരാണ് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക്. നമ്മൾക്ക് എല്ലാവരും കേട്ട് കാണും ഈ ബാങ്കിനെ കുറിച്ച്. ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നാണ്. സ്മോൾ ക്യാപ്പാണ് ശരിക്കും. ബാങ്ക് ആണെങ്കിലും മാർക്കറ്റ് ക്യാപ്പ് 10,648 കോടിയേ ഉള്ളൂ. സ്റ്റോക്ക് പി ഈസ് 14.2 ആണ്. ഇൻഡസ്ട്രി പി ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റോക്ക് പി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 8.04 ആണ്. അത് റിട്ടേൺ ഓൺ ഇക്വിറ്റി 12.2 ആണ്. സോ കമ്പനിയുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് 28,354 കോടി. ഡെപ്റ്റ് എപ്പോഴും ഉള്ള ലിവറേജ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ബാങ്കിങ് ശരിക്കും അല്ലേ. ഇപ്പോൾ ബാങ്കിൽ എപ്പോഴും ഡെപ്റ്റ് കൂടുതലായിരിക്കും. 102 ആണ് 52 വീക്ക് ഹൈ, 94.4 ആണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസത്തെ പ്രൈസ്. നിങ്ങൾ ടോപ്പ് ലൈൻ നോക്കുക, റവന്യൂ ടോപ്പ് ലൈൻ നോക്കുക. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ഓരോ ക്വാർട്ടറിലെയും 896 to 940. 2022 സെപ്റ്റംബറിൽ 1000 കോടി ക്രോസ് ചെയ്തു. 2022 ഡിസംബറിൽ 1063 കോടിയായി. 2021 മാർച്ചിൽ 1156 കോടിയായി. ജൂണിൽ 1254 കോടിയായി. സെപ്റ്റംബറിൽ 1359 കോടിയായി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ടോപ്പ് ലൈൻ ഗ്രോത്ത് കൊടുക്കുന്ന ബാങ്കാണിത് ശരിക്കും. ഇൻട്രസ്റ്റും എക്സ്പെൻസും കഴിഞ്ഞിട്ടുള്ള ഫിനാൻസിങ് പ്രോഫിറ്റ് നോക്ക്. ജൂൺ 2022 -7 ആയിട്ട്, ബാക്കിയെല്ലാം പ്ലസ് ആണ്. സെപ്റ്റംബറിൽ 7, ഡിസംബറിൽ 77, മാർച്ചിൽ 22, ജൂണിൽ 81, സെപ്റ്റംബറിൽ 86. ദാറ്റ് മീൻസ് ബാങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല, ബാങ്കിങ് എന്ന് പറയുന്ന ആ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്, പ്ലസ് ആണ് കാണിക്കുന്നത് വിത്ത് ഫിനാൻസ് മാർജിൻ, സ്ട്രോങ് ഫിനാൻസ് മാർജിൻ അല്ലേ. അതർ ഇൻകമത്തിലും ഈ ബാങ്ക് ലീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പല ടോപ്പ് ബാങ്ക്സ് എടുത്ത് നോക്കിയാലും ഫിനാൻസും പ്രോഫിറ്റ് മൈനസ് ആയിട്ട് കാണാൻ പറ്റും. അത് ബാങ്കിങ് എന്നുള്ള കൺസെപ്റ്റിൽ അത് മൈനസ് ആയതുകൊണ്ടാണ്. ഇത് വലിയ വലിയ കമ്പനി, വലിയ വലിയ ബാങ്ക്സ് ഒക്കെ ഇത് മേക്കപ്പ് ചെയ്യുന്ന അതർ ഇൻകത്തിൽ കൂടിയാണ്. അതർ ഇൻകവും ഈ ബാങ്കിനെ സംബന്ധിച്ച് 171 to 181 ഗ്രോത്ത് ആ കൊടുത്തത് ശരിക്കും. ഓക്കെ, ഒരു ക്വാർട്ടറിൽ മാത്രം 200 crores മേളിൽ പോയെങ്കിലും ബാക്കി എല്ലാ ക്വാർട്ടറും അതർ ഇൻകം എന്ന് പറയുന്നത് ബെസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു ഈ ബാങ്ക്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ നേരത്തെ ബാങ്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ നേരത്തെ പി ആറിനെ കൊണ്ട് നോക്കുക. 2020 2,645 റവന്യൂ, അത് 3,197 അത് 3,460 അത് കഴിഞ്ഞ കൊല്ലം 4,162 ട്രെയിലിംഗ് 12 months 4,132 ബ്യൂട്ടിഫുൾ അല്ലേ ശരിക്കും. മാർച്ച് 2022 മാത്രമേ ഉള്ളൂ ഫിനാൻസ് പ്രോഫിറ്റ് മൈനസ് ആയത്. കഴിഞ്ഞ കൊല്ലം -84 184 ആയി. ഇക്കൊല്ലം ട്രെയിലിംഗ് 12 months 265 ആയി ഈ ബാങ്കിനെ സംബന്ധിച്ച്. നൗ സ്നാപ്ഷോട്ട്സ് നോക്കുക. 18 states and 956 ബാങ്ക് ഔട്ട്ലെറ്റ്സ് ആണുള്ളത്. അസറ്റ് ഓഫറിങ്സ് ആണ് ഏറ്റവും വലിയൊരു കാര്യം. ഗ്രോസ് അഡ്വാൻസസ് 22,779 31,229 കോടിയായിട്ട് കൂടി. ഡിസ്പേസ്മെൻറ്റ്സ് 3,545 Q2 അത് 4,961 ആയിട്ട് കൂടി ലേറ്റസ്റ്റ് Q2. അസറ്റ് ക്വാളിറ്റിയാണ് വലിയൊരു ഫാക്ടർ. GNPA 3.82 നിന്നും
2.12 ആയിട്ട് കുറഞ്ഞു, വെരി പ്ലസ് പോയിന്റ് ആണ്. NNPA 1.93 നിന്നും 0.91 ആയിട്ട് കുറഞ്ഞു, കമൻറ്റബിൾ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ലയബിലിറ്റി പാർട്ട് നിങ്ങൾ നോക്ക്, ഡിപ്പോസിറ്റ്സ് 21 നിന്നും 30 ആയി, കാസ 34 ആയി, കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് എന്നാൽ 34 ആയി ശരിക്കും. ആൻഡ് തേർഡ് പാർട്ടി പ്രൊഡക്ട്സ്, അതർ അക്കൗണ്ട്സിൻ്റെ പ്രീമിയം കളക്റ്റഡ്, മ്യൂച്വൽ ഫണ്ട്, ഓം എല്ലാം കൂടെ ചേർത്താൽ അതർ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതർ അക്കൗണ്ട്സ് മീൻസ് അക്കൗണ്ട്സ് അല്ല, ശരിക്കും അതർ ഇൻകം ആണ് സത്യത്തിൽ, അതർ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ സ്പാറ്റ് 116 കോടിയിൽ നിന്നും Q2 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 198 കോടിയായിട്ട് കൂടി. ആൻഡ് CRAR ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിൻ്റെ എന്താ പറയണ്ടേ, ഒരു ബാങ്കിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില റേഷ്യോസ്, കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില റേഷ്യോസ് ഉണ്ട് ശരിക്കും. അത് CRAR പ്രൈവറ്റ് ബാങ്ക്സിന് ബേസിക്കലി 9% ആണ്. അത് 21.3% ഓൾറെഡി ഉണ്ട്, 21.33%. പ്രൈവറ്റ് ബാങ്ക്സിന് 9%, നാഷണലൈസ് ബാങ്കിന് 12% CRAR, ക്യാപിറ്റൽ അഡീസ് റേഷ്യോ എന്ന് പറയും ശരിക്കും. അത് 9th സ്ഥാനത്ത് 21.33 എക്സലൻ്റ് ആയിട്ടുണ്ട് ശരിക്കും. ആൻഡ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഈസ് മെയിൻറ്റെയിനിങ്. റിട്ടേൺ ഓൺ അസറ്റ്സ് 1.6 നിന്നും 2.03 ആയിട്ട് കൂടി. റിട്ടേൺ ഓൺ ഇക്വിറ്റി 10.57 നിന്നും 14.62 ആയി Q2. ആൻഡ് കീ ഹൈലൈറ്റ്സ് നോക്ക്, കീ മെസ്സേജ്, സസ്റ്റെയിൻ ക്രെഡിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത് വിത്ത് അഡ്വാൻസസ് ഗ്രോയിങ് 37% YOY, 6% quarter-to-quarter. Profit and loss account, NII, OPEX grew, POPP grew 36%, PAT stood at 198 crores, ROE ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. ഹൈലൈറ്റ്സ്, അസറ്റ് ക്വാളിറ്റി ഞാൻ നേരത്തെ കാണിച്ചില്ല, അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ് ബാങ്കിനെ സംബന്ധിച്ച് ക്രിട്ടിക്കൽ ഫാക്ടർ. ഗ്രോസ് NPA എന്ന് പറയുന്നത് ഇംപ്രൂവ് ബൈ 170 BPS YOY at 2.12% in Q2 financial year 24 compared to 3.82. എക്സലൻറ്റ് പെർഫോമൻസ് ആണല്ലേ അസറ്റ് ക്വാളിറ്റി കൂടുക എന്ന് പറയുന്നത്. NNPA കൂടിൻ്റെ ഡീറ്റെയിൽ, അഡീഷണൽ പ്രൊവിഷൻസ് ഓഫ് 28.02 crores made during the quarter to strengthen the coverage. ഗ്രോസ് സ്ലിപ്പേജ് സ്റ്റാൻഡ് 3.47. ബിസിനസ് അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അഡ്വാൻസസ് എവല്യൂഷൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ നോക്കും. YOY മൈക്രോ ഫിനാൻസിൽ 42%, സ്മോൾ ബിസിനസ് ലോൺസ് 32%, ഹൗസിംഗ് ഫിനാൻസ് 69%, വെഹിക്കിൾ ഫിനാൻസ് 38%, MSE -10 ആയിട്ട് സ്ലൈറ്റ് ആയിട്ട് ഡൗൺ ആയിപ്പോയി, NBFC 47%. ഡിസ്പ്ലേസ്മെൻറ്റ് എവല്യൂഷൻ നോക്കുന്നത് Q1 വേഴ്സസ് Q2 45% ഗ്രോത്ത് ആണ് ഇയർ ഓൺ ബൈ മൈക്രോ ഫിനാൻസിലെ. സ്മോൾ ബിസിനസ് ലോൺസിൽ 36%, ഹൗസിംഗ് ഫിനാൻസിൽ 29% ഗ്രോത്ത് കൊടുത്തു, വെഹിക്കിൾ ഫിനാൻസിൽ 22%. കംപ്ലീറ്റ് എക്സെപ്റ്റ് NBFC ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഈ ഒരു ബാങ്ക് കൊടുത്തിരിക്കുന്ന സൂപ്പർ ഗ്രോത്ത് ആണ്. ആൻഡ് യൂസ്ഡ് കാർ ഫിനാൻസ് സ്കെയിലപ്പ്, യൂസ്ഡ് കാർ ഫിനാൻസിൽ കമ്പനി സ്കെയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ശരിക്കും. പൈലറ്റ് ലോഞ്ച് ജൂണിൽ 2020 ലോഞ്ച് ചെയ്തതാണ്. സ്പ്രെഡ് അക്രോസ് 347 ബ്രാഞ്ചസ്, 13 സ്റ്റേറ്റ്സ്. 70% പോർട്ട്ഫോളിയോ മാരുതിയാണ്, മാരുതി, ഹുണ്ടൈ, ഹോണ്ട ആൻഡ് ടൊയോട്ട. അസറ്റ് ക്വാളിറ്റി ട്രെൻഡ് നോക്ക്, ഏത് ലെവലിലേക്ക് പോയെന്ന് നിങ്ങൾ നോക്ക് ശരിക്കും. 3.82 ആയിരുന്നു Q2 ഫിനാൻഷ്യൽ 2023, അത് 2.12 ആയിട്ട് കുറഞ്ഞു. 1.93 എന്നുള്ള NNPA എന്നുള്ളത് 0.91 ആയിട്ട് കുറഞ്ഞു. ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്, ഐസിംഗ് ഓൺ കേക്കാണ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്. മെയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു? 42 കോടി 20 ലക്ഷം. ഒക്ടോബറിൽ 42 കോടി 26 ലക്ഷം. സോ എക്സെപ്റ്റ് ജൂലൈ മെയിൻറ്റെയിൻ ചെയ്യുവാണ് മോർ ദാൻ 40 CR. ലേറ്റസ്റ്റ് വന്നിട്ട് 42 CR ആയി ശരിക്കും ഒക്ടോബർ മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്. അടുത്ത ബാങ്ക് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയും, നമ്മളെല്ലാം കേട്ടിരിക്കുന്ന ബാങ്കാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. നോക്കാം, അതും സ്മോൾ ക്യാപ്പ് ആണ് ശരിക്കും. 10,710 ഉള്ളൂ. സ്റ്റോക്ക് പീസ് 8.54, അഗൈൻ ഇൻട്രസ്റ്റ് പീസ് 11.7 ആൻഡ് മാർക്കറ്റ് ക്യാപ്പ് 10,710. പ്രൊമോട്ടർ ഹോൾഡിംഗ് 73.7. EPS 6.42, ബുക്ക് വാല്യൂ 20.5. 61 ആണ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത്, അതിനടുത്താണ് 54ലാണ് കറണ്ട് പ്രൈസ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. കീ ഹൈലൈറ്റ്സ് നോക്കുക, ഗ്രോസ് ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് അപ്പോൾ 27%, ഡിപ്പോസിറ്റ്സിൻ്റെ ഗ്രോത്ത് 43%, റിറ്റെയിൽ TD ആൻഡ് കാസയുടെ ഗ്രോത്ത് 44%, GNPA NNPA ഡൗൺ 223 BPS ആണ് GNPA ആൻഡ് NNPA സ്ലൈറ്റ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട് 0.09. CRAR 25.2. CRAR പ്രൈവറ്റ് ബാങ്ക് ആയതുകൊണ്ട് 9 മതി, ഓൾറെഡി 25.2 ഉണ്ട്. നോക്ക് ബാങ്കിൻ്റെ ബാക്കിയുള്ള പെർഫോമൻസ് നോക്ക്. സോ Q2 ഫിനാൻഷ്യൽ 24 വേഴ്സസ് Q2 ആൻഡ് H1 24 വേഴ്സസ് H1 23. NII നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുക, ഐ ബൈ 28%. H1 വേഴ്സസ് നോക്കുമ്പം NIM ഡൗൺ ബൈ 71 BPS ആണ്. POPP അപ്പ് ബൈ 37%.
PAT up by 31%. Return on asset down by 33%. ഒരു സ്ലൈഡ് ഡൗൺ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഡൗൺ ആയിട്ടുണ്ട്. ആൻഡ് സ്ട്രോങ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ആണ് വിത്ത് റീറ്റെയിൽ ഫോർ ഫ്രണ്ട്. കമ്പനിയുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് നോക്കുക. ഡെപ്പോസിറ്റ് ബ്രേക്കപ്പ് ആണ്, കാസ ബ്രേക്കപ്പ് ആണ്, കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ബ്രേക്കപ്പ് ആണ്. കംഫർട്ടബിൾ ALM പൊസിഷനാണ് കമ്പനിക്ക്. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ 91%. റേറ്റിംഗ് ക്രിസിൽ A1+ റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന ലേറ്റസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് റേറ്റിംഗ് കെയർ A+ ആണ് ലോങ് ടേം ബാങ്ക് ഫെസിലിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ഗ്രോസ് ലോൺ ബുക്ക് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ട്രെൻഡ്. സ്ട്രോങ് ഡിസ്ബേഴ്സ്മെൻറ്റ്സ് ആണ് കമ്പനിക്കുള്ളത്. കമ്പനി മീൻസ് ബാങ്കിനുള്ളത്. Q2 ഫിനാൻഷ്യൽ ഇയർ 2023 4,961 കോടിയിൽ നിന്നും 900 കോടിയോളം Q2 ഫിനാൻഷ്യൽ 24 സ്ട്രോങ് ഡിസ്ബേഴ്സ്മെൻറ്റ് കൂടി. കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ഇൻ ഗ്രോസ് ലോൺ ബുക്ക് സെപ്റ്റംബർ 22 20,938 നിന്നും സെപ്റ്റംബർ 23 26,574 കോടിയായിട്ട് കൂടി. ഹെൽത്തി ഗ്രോത്ത് ഇൻ ന്യൂ കസ്റ്റമർ അക്വിസിഷൻ. Q1 2023 35 എന്നുള്ളത് ലേറ്റസ്റ്റ് വന്നപ്പോൾ ദാറ്റ് മീൻസ് Q2 ഫിനാൻഷ്യൽ 2024 42 ആയി ശരിക്കും. ആൻഡ് ഗ്രോയിങ് അക്രോസ് ഓൾ സെഗ്മെൻറ്റ്സ്. മൈക്രോ ഗ്രൂപ്പ് ലോൺസിൽ വന്ന ഗ്രോത്ത് 3%, ഇൻഡിവിജ്വൽ ലോൺസ് 12%, MSME സ്ലൈറ്റായി ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രോത്തിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. അഫോർഡബിൾ ഹൗസിംഗ് 10%, FIG ലെൻഡിങ് 7%, അതർ 4%. കളക്ഷൻ എഫിഷ്യൻസിയാണ് കൊടുത്തിരിക്കുന്നത് ബാങ്കിൻ്റെ 99%. NGL+ IL. അഫോർഡബിൾ ഹൗസുകൾ 97% കളക്ഷൻ അച്ചീവ് ചെയ്തു. MSME 88% ആണ്. ഫിഗ് ലെൻഡിങ് 100%, അതേഴ്സ് 91%, ആവറേജ് 99% കളക്ഷൻ എഫിഷ്യൻസിയാണ് ബാങ്ക് അച്ചീവ് ചെയ്തിരിക്കുന്നത്. സസ്റ്റെയിൻ കളക്ഷൻ ഡ്രൈവിംഗ് ബെറ്റർ അസറ്റ് ക്വാളിറ്റി. അസറ്റ് ക്വാളിറ്റി ഡ്രൈവ് ചെയ്യാനുള്ള മെയിൻ കാര്യം കളക്ഷൻ പാർട്ടി സ്ട്രോങ് ആയതുകൊണ്ടാണ്. ബെറ്റർ അസറ്റ് ക്വാളിറ്റിയാണ്. GNPA ആൻഡ് GNPA നോക്ക് ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിൽ GNPA എത്തിയെന്ന് നോക്കൂ നിങ്ങൾ. 19.2 നിന്നും GNPA 24.8 ഓവർ എ പീരീഡ് ഓഫ് ഹാർഡ്ലി 2 years. ആൻഡ് PAR 25.2 നിന്നും 3.8. ഫിനാൻഷ്യൽ ഓവർവ്യൂ NII 9.8 to 8.8 സ്ലൈറ്റ് ഡൗൺ ആണ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണ്. ആൻഡ് കോസ്റ്റ് ടു ഇൻകം റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 6.6 നിന്ന് 5.7 ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചു ബാങ്കിന്. പ്രീ പ്രൊവിഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 6 നിന്ന് 5.3. ആൻഡ് H1 ഫിനാൻഷ്യൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം H1 ഫിനാൻഷ്യൽ 9.7 ആണെങ്കിൽ they were able to maintain around 9%. Hope they may better by H2. ഫിനാൻഷ്യൽ ഓവർവ്യൂ പാക്ട് ആണ് കൊടുത്തിരിക്കുന്നത്. EPS നെറ്റ് വർത്ത് എല്ലാം ഭയങ്കരമായിട്ട് കൂടി കേട്ടോ. 3769 നെറ്റ് വർത്ത് 4771 ആയി മാറി ശരിക്കും. പാക്ട് നോക്കാൻ നേരം they were able to maintain. ഓക്കെ H1 ഫിനാൻഷ്യൽ 23 പാറ്റ് 30 ആയിരുന്നെങ്കിൽ 1% കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വിച്ച് they could be able to easily make up by H2. ആൻഡ് EPS നോക്കുക 2.69 നിന്ന് 3.33 ആയി. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഏൺഡ് 8% quarter ഗ്രോത്ത്. Other income 6% growth. Interest expended 15%. Personal expenses, operating expenses. Pre-provision operating profit 6% growth കൊടുത്തു. Credit cost and tax. Healthy capital adequacy ratio നേരത്തെ പറഞ്ഞിരുന്നു. പ്രൈവറ്റ് ബാങ്കിന് as per RBI law വെച്ച് 12% ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. They were able to maintain 25.19%. And key growth strategies ആണ്. ഞാനിത് വായിക്കുന്നില്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കണം. ഏതെല്ലാം പ്ലാൻസാണ് ഈ ബാങ്കിനുള്ളത് കൂടുതൽ ഗ്രോ ചെയ്യാനായിട്ട്. ആൻഡ് ഐസിങ് ഓൺ കേക്കാണ് ശരിക്കും. കെയർ റേറ്റിംഗ് ആണ്. വിജയൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് August 03, 2023 ലോങ് ടേം ബാങ്ക് ഫെസിലിറ്റി A+ പോസിറ്റീവായി ശരിക്ക്. റേറ്റിംഗ് ആക്ഷൻ ഔട്ട്ലുക്ക് റിവൈസ് ഫ്രം സ്റ്റേബിളിൽ നിന്നും പോസിറ്റീവായി. അതുപോലെ സബോർഡിനേറ്റഡ് നോൺ കൺവേർട്ടഡ് ഡിബെഞ്ചേഴ്സ് അതും ഔട്ട്ലുക്ക് റിവൈസ് ഫ്രം സ്റ്റേബിൾ ടു പോസിറ്റീവായി. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതൊന്നുമല്ല റേഷ്യോസ്, ധാരാളം റേഷ്യോസ് നോക്കാനുണ്ട് ബാങ്കിങ് സ്റ്റോക്സിൽ പ്രത്യേകിച്ച്. അപ്പം ബാക്കിയുള്ള റേഷ്യോസ് കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഇനിയത്തെ ബാങ്ക് സ്റ്റോക്സ് റിസൾട്ട്സ് വരാൻ നേരത്തെ നിങ്ങൾ നിങ്ങൾ പഠിച്ച റേഷ്യോസായിട്ട് കമ്പയർ ചെയ്യണം. ബെറ്റർ റിസൾട്ടാണോ അല്ലയോ എന്നുള്ള കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഭാവിയിൽ തീർച്ചയായും അത് പ്രയോജനപ്പെടും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.